കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഐഡിയൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ മാക്സിമൽ ഐഡിയൽ എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയിൽ ഒരു ഐഡിയൽ മാക്സിമൽ ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഒരു റിസൾട്ടാണ് കേട്ടോ. വിത്ത് യൂണിറ്റി, എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി is a field if and only if it has no proper non-trivial ideals. കേട്ടോ. അപ്പോൾ ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ ഫർദർ അപ്ലിക്കേഷൻസ് ഈ റിസൾട്ടിനുണ്ട്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി is a field if and only if it has no proper non-trivial ideals. അതിലൊരു പാർട്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പാർട്ടാണ്. ഏതാണ്? സപ്പോസ് R is a commutative ring with unity. R is a commutative ring with unity. Okay? So you just suppose this is a necessary and sufficient condition. Okay, so R is a commutative ring with a unity. You just suppose R is a commutative ring with a unity, and it is a field also. Suppose R is a field. This is a general supposition, and suppose R is a field. Okay, so you already proved that a field contains no proper non-trivial ideals. A field has no proper non-trivial ideals. The only ideals in a field are the trivial ideal and the improper ideal. So you proved that part. In my previous video, I proved. Okay. So if R is a field, it has no proper non-trivial ideal. Okay. So what about the converse part? So you just suppose, what is the converse part here? Suppose R is a commutative ring with unity, and R has no proper non-trivial ideals. Okay, so what about the ideals of R here? R has only improper ideal and the trivial ideal. Since R has no proper non-trivial ideal, it has improper ideal R and trivial ideal singleton 0 only. Okay, so what is the maximal ideal here? ഇംപ്രോപ്പർ ഐഡിയൽ ഒരിക്കലും മാക്സിമൽ ഐഡിയൽ ആവാൻ പാടില്ല. മാക്സിമൽ ഐഡിയൽ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആൻ ഐഡിയൽ എം ഇൻ എ റിംഗ് ആർ is maximal if m not equal to R and there exists no proper ideal properly containing R. അല്ലേ? So your trivial ideal is the maximal ideal in this case. So since singleton 0 is maximal, നമ്മൾ R is a commutative ring with unity ആണ് നമ്മൾ തൊട്ട് മുൻപിലെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള necessary and sufficient condition for an ideal to be maximal in a commutative ring with unity. അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? R over singleton 0 is a field. R over singleton 0 is a field. What about this quotient ring? R over singleton 0 isomorphic to R. So R is a field. So if R has no proper non-trivial ideal, then it must be a field. ഇത് സാറ്റിസ്ഫൈ ചെയ്യണം കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്നുള്ളത് ജനറലായിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതാണ് ആ റിസൾട്ട് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും വളരെ ഫർദറായിട്ട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു
റിസൾട്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പം മാക്സിമൽ ഐഡിയൽ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു ഐഡിയൽ വരുന്നുണ്ട്, പ്രൈം ഐഡിയൽ. പ്രൈം ഐഡിയൽ പ്രൈം ഐഡിയൽ നിങ്ങൾക്ക് ഒന്ന് നമ്മൾ ആ ഡെഫിനേഷനൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈം നമ്പറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ തോന്നിപ്പോവും കിട്ടിയോ. അപ്പോൾ പ്രൈം ഐഡിയലാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു റിങ്, നമ്മളിവിടെ ഏത് റിങ് വേണമെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല പ്രൈം ഐഡിയൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രൈം ഐഡിയൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന റിങ് എന്ന് പറയുന്ന R എന്ന് പറയുന്നത് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിങ്. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? മൾട്ടിപ്ലിക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു കമ്മ്യൂട്ടേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. R ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആൻഡ് N നോട്ട് ഈക്വൽ ടു R. നമുക്ക് ഈ ഇംപ്രോപ്പർ ഐഡിയലിനോട് വലിയ താല്പര്യമില്ല. അതാണ് മാക്സിമൽ ഐഡിയൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്തിലായാലും പ്രൈം ഐഡിയൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്തിലായാലും നമ്മൾ ഇംപ്രോപ്പർ ഐഡിയൽ R ഒഴിവാക്കുകയാണ്. N നോട്ട് ഈക്വൽ ടു R ഈസ് എ പ്രൈം ഐഡിയൽ. പ്രൈം ഐഡിയൽ of R if A, B product ആണ് കേട്ടോ. A, B belongs to N implies either A belongs to N or B belongs to N. For every A, B belongs to R. Ring R. പ്രോഡക്റ്റ് എന്നിലുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റിലെ കമ്പോണൻസിൽ ഏതെങ്കിലും ഒരാളെ എന്നിലുണ്ടാവണം. അതാണ് എന്നെ പ്രൈം ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ ആവണം, അത് കൂടാണ്ട് ഈ കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അവർ N ഇസ് എ പ്രൈം ഐഡിയൽ ഇൻ R. ഓക്കെ, സോ സപ്പോസ് you are considering an integral domain. Suppose R is an integral domain. What is an integral domain? A commutative ring with unity without zero divisors. So if we consider R as an integral domain, what about this ideal? What about the trivial ideal? Trivial ideal is always a prime ideal. അല്ലേ? ഇതാണ് നിങ്ങളുടെ N. അപ്പോൾ A, B belongs to N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ A, B belongs to R. A, B belongs to N എന്ന് പറഞ്ഞാൽ A, B എന്താവുക? 0 ആവുക അല്ലേ? ആകെ അത് മാത്രമല്ലേ ഉള്ളൂ ഇതിനകത്ത് അല്ലേ? അപ്പോൾ എടുത്തിട്ടുള്ള റിംഗ് എന്താ? ഇൻ്റഗ്രൽ ഡൊമെയിനാണ്. ഇൻ്റഗ്രൽ ഡൊമെയിനിൽ പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ആ പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു കമ്പോണൻറ്റെങ്കിലും 0 ആവണം അല്ലേ? സോ ഐദർ A is equal to 0 or B is equal to 0. So implies either A belongs to N or B belongs to N. So trivial ideal is always a prime ideal in the integral domain. Okay. So if we consider, in particular, if we consider the integral domain Z integral domain ആണോ? Set of integers. It is an integral domain. Okay, it is an integral domain. What about the prime ideals of Z? Prime ideals. Z-ലെ പ്രൈം ഐഡിയൽസ് ഏത് ഫോമിലായിരിക്കും വരിക? Z-ലെ പ്രൈം ഐഡിയൽസ്, Z-ലെ മാക്സിമൽ ഐഡിയൽ ഏത് ഫോമിലാണ് വന്നത്? PZ. Z-ന്റെ ഐഡിയൽസിന്റെ ഫോം എന്താ? NZ, N belongs to Z plus അല്ലേ? അപ്പോൾ ഇതിലൊരു പ്രൈം ഐഡിയൽ പറയാൻ പറ്റുമോ? 2Z പ്രൈം ഐഡിയലാണോ? 3Z പ്രൈം ഐഡിയലാണോ? 5Z പ്രൈം ഐഡിയലാണ് അല്ലേ? അപ്പോൾ സെഡിൻ്റെ കേസിൽ നമ്മൾ പ്രൈം ഐഡിയൽ, പിന്നെ സിംഗിൾട്ടൺ 0. Z is an integral domain. So singleton 0 is a prime ideal in Z. What about set cross direct product? Set cross singleton 0. Set cross singleton 0.
ഈ റിങ്ങിൻ്റെ ഇത് റിങ്ങാണോ? ഇതൊരു റിങ്ങാണോ? റിങ്ങാണല്ലേ, റിങ്ങാണ്. ഇതൊരു സബ് റിങ് ആണോ? സെറ്റ് ക്രോസ് സെഡിൻ്റെ ഒരു സബ് റിങ് ആണോ? സെറ്റ് ക്രോസ് സെഡിൻ്റെ ഒരു സബ് റിങ് ആണ് അല്ലേ. സബ്സെറ്റ് ആണ്, ഇറ്റ് സെൽഫ് ഒരു റിങ്ങും ആണ്. സോ ഇറ്റ് ഈസ് എ സബ് റിങ് ഓഫ് സെറ്റ് ക്രോസ് സെറ്റ്. ഇതൊരു ഐഡിയൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രൈം ഐഡിയൽ ആണോ? സെറ്റ് ക്രോസ് സെഡിൻ്റെ ഒരു പ്രൈം ഐഡിയൽ ആണോ ഇത്? സെറ്റ് ക്രോസ് സെഡിൻ്റെ പ്രൈം ഐഡിയൽ ആണോ? സെറ്റ് ക്രോസ് സിംഗിൾട്ടൺ സീറോ ആണോന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? അല്ലേ, ഒരു എ ബി ബിലോങ്സ് ടു എൻ. ഇപ്പോൾ ഇത് എൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ ബി ബിലോങ്സ് ടു എൻ. ഇവിടെ എ ബി എന്ന് പറയുമ്പോൾ ഇതിൽ എലമെൻസിൻ്റെ ഫോം എന്താ? ഓർഡേർഡ് പെയേഴ്സ് ആണ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് 2 എലമെൻറ്റ്സ് എ ബി സി ഡി ബിലോങ്സ് ടു എൻ. എയും ബിയും സിയും ഡി എല്ലാം എവിടുത്തെ എലമെൻ്റ് ആണ്? ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ പ്രോഡക്റ്റ് ചെയ്യും? എ ബി ഇൻറ്റു സി ഡി എങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് ചെയ്യാൻ കഴിയത്? എ സി ഡയറക്റ്റ് പ്രൊഡക്റ്റ് പഠിച്ചിട്ടുണ്ടാവുന്ന ഫസ്റ്റ് സെമ്മിൽ ആദ്യം പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എ സി ബി ഡി അല്ലേ, എ സി ബി ഡി ബിലോങ്സ് ടു എൻ. അപ്പോൾ എൻ എന്താണെന്നറിയാം. എൻ എന്താ? സെറ്റ് ക്രോസ് സിംഗിൾട്ടൺ സീറോ. അപ്പോൾ അതിൽ നിന്ന് എന്താ വരുന്നത്? ബി ഡി ഈസ് ഫ്രം സിംഗിൾട്ടൺ സീറോ. സോ ബി ഡി ഈസ് വാട്ട്? ബി ഡി ഈസ് സീറോ അല്ലേ. ഈ എ ബി സി ഡി എന്നൊക്കെ പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആണ്? സെഡിൽ എലമെൻ്റ് ആണ്. സെഡ് ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണ്. സോ ബി ഡി ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ഐദർ ബി ഈസ് ഈക്വൽ ടു സീറോ ഓർ ഡി ഈസ് ഈക്വൽ ടു സീറോ. ബി ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ബി ഈസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന ആൾ, ഇവിടെ ബി സീറോ ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ടാവും? എന്നിലുണ്ടാവും. ഇനി ഡി ആണോ സീറോ എങ്കിലോ സി ഡി എന്ന് പറയുന്ന ആൾ എന്നിലുണ്ടാവും. എന്തായാലും പ്രോഡക്റ്റ് എന്നിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ എന്നിലും ഉണ്ട്. സോ സെറ്റ് ക്രോസ് സിംഗിൾട്ടൺ സീറോ ഈസ് എ പ്രൈം ഐഡിയൽ ഇൻ സെറ്റ് ക്രോസ് സെറ്റ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഫീൽഡിൻ്റെ മാക്സിമൽ ഐഡിയലിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ പറയാൻ പോകുന്നത് പ്രൈം ഐഡിയൽ. ഒരു ഐഡിയൽ പ്രൈം ഐഡിയൽ ആവാനുള്ള, പക്ഷെ അവിടെയും റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. കിട്ടിയോ? എൻ നോട്ട് ഈക്വൽ ടു ആർ എന്ന് പറയുന്നത്, എന്താ? n not equal to r is a prime ideal. N not equal to r is a prime ideal in R if and only if R over n is an integral domain. കണ്ടോ? അവിടെ എന്തായിരുന്നു? R is a commutative ring with unity. An ideal M is maximal in R if and only if R over M is a field. അല്ലേ? ഇവിടെ പ്രൈം ഐഡിയൽ ആവാനുള്ള ഒരു പ്രൈം ഐഡിയലിൻ്റെ ഒരു ഇതാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈം ഐഡിയൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് R over n ഈസ് ആൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ. അപ്പോഴും നമുക്ക് 2 പാർട്ട് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ കോമൺ ആയിട്ടുള്ള അസംഷൻ? എന്താ? ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എൻ നോട്ട് ഈക്വൽ ടു ആർ. ഇനി നമുക്ക് എന്ത് സപ്പോസ് ചെയ്യാം? എൻ പ്രൈം ആണെന്ന് വിചാരിക്കുക. എൻ പ്രൈം എന്ന് പറഞ്ഞാൽ എൻ പ്രൈം ഐഡിയൽ കേട്ടോ. എൻ പ്രൈം ഐഡിയൽ ഇൻ ആർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ? ആർ ഓവർ എൻ ഈസ് ആൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ലേ. ആർ ഓവർ എൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ. കോഷ്യന്റ് റിംഗ് ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ അറിയാം, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി വിത്തൗട്ട് സീറോ ഡിവൈസസ് അല്ലേ. ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. അപ്പോൾ ആർ ഓവർ എന്നും എന്തായിരിക്കും? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കും അല്ലേ. അത് കഴിഞ്ഞ വീഡിയോയിൽ എ പ്ലസ് എൻ ഇൻറ്റു ബി പ്ലസ് എൻ ഈക്വൽ ടു എ ബി പ്ലസ് എൻ. ദിസ് ഈസ് ഈക്വൽ ടു ആറ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. അപ്പോൾ ബി എ പ്ലസ് എൻ പറഞ്ഞിരുന്നു. ബി പ്ലസ് എൻ ഇൻറ്റു എ പ്ലസ് എൻ അല്ലേ. സോ ആർ ഓവർ എൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്.
യൂണിറ്റി ഉണ്ടോ? R is a ring with unity. So R over N is also a ring with unity. 1 plus N is the unity, multiplicative identity in R over N. So R over N is a commutative ring with unity. We need to show that it is an integral domain. Our supposition is N is a prime ideal. So it is a commutative ring with unity. ഇനി നമ്മൾക്ക് അത് ഇന്റഗ്രൽ ഡൊമൈൻ ആണെന്ന് കാണിക്കാൻ it is enough if we show that it has no divisors of 0. So you just suppose രണ്ട് എലമെന്റ് എടുത്തോളൂ, a plus n into b plus n equal to ഇതിലത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി ആരാ? 0 പ്ലസ് n അല്ലെങ്കിൽ n. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 പ്ലസ് n ഉം അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 പ്ലസ് n ഉം അല്ലെ. അപ്പോൾ 0 ഡിവൈസർ ഇല്ല എന്നാണ് നമുക്ക് കാണിക്കേണ്ടത് അല്ലേ. സോ വാട്ട് അബൌട്ട് ദി പ്രോഡക്റ്റ് a plus n into b plus n, ab plus n equal to 0 plus n. This implies ab plus n is equal to n. a plus h is equal to h if and only if നിങ്ങൾക്കറിയുന്ന കാര്യമാണ് അല്ലേ. a plus h is equal to h if and only if a belongs to h. So ab plus n is equal to n implies ab belongs to n. n is a prime ideal. So this implies either a belongs to n or b belongs to n. Alle? So a belongs to n implies what? Either a plus n is equal to n. Alle? Either a plus n is, this implies either a plus n is equal to n or b plus n is equal to n. അല്ലേ? അപ്പം എന്താ? R over n has no divisors of 0. So R over n is an integral domain. Integral domain. കിട്ടിയോ? ഓക്കെ. കോൺവേഴ്സ് പാർട്ട് എന്താ? കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് R over n is an integral domain. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? n is a prime ideal in R. അല്ലേ? n പ്രൈം ഐഡിയൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ഡെഫിനേഷൻ അറിയാം അല്ലേ? എ ബി ബിലോങ്സ് ടു n implies either a belongs to n or b belongs to n. അല്ലേ? സോ സപ്പോസ് a into b belongs to n for every a comma b belongs to R. ab belongs to n implies what? ab plus n is equal to n. This implies a plus n into b plus n equal to n. Our supposition is R over n is an integral domain. So this will imply either a plus n equal to n or b plus n equal to n. So this implies either a belongs to n or b belongs to n. So this will imply n is prime. N is a prime ideal. N is a prime ideal in R. കിട്ടിയോ? So n not equal to R is a prime ideal in a commutative ring with unity if and only if R over n is an integral domain. Okay. So from you just look back to your previous example. What is that example? Yes, your ring is Z cross Z. Your ring is Z cross Z. Okay, it is a commutative ring with unity. Okay. What about the ideal Z cross singleton 0 in Z cross Z? നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് പ്രകാരം എന്ത് പറയാം? Z cross Z over Z cross singleton 0. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ? Z cross Z over
സെറ്റ് ക്രോസ് സിംഗിൾട്ടൺ സീറോ ഐസോമോർഫിക് ടു സെഡ് ആണെന്ന് അറിയാം. സെഡ് എന്താണ് ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണ് അല്ലേ. സോ ദിസ് ഈസ് ആൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ. ഇതൊരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയും ആണ്. സോ സെറ്റ് ക്രോസ് സിംഗിൾട്ടൺ സീറോ ഇസ് പ്രൈം ഇൻ സെറ്റ് ക്രോസ് സെഡ്. കിട്ടിയോ? പിന്നെ ഈ ഇപ്പോൾ നമ്മൾ സെഡിൽ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റിസൾട്ട് പ്രകാരം ഞാനിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് പ്രകാരം ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആർ എന്ന് പറയുന്ന കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. അപ്പോൾ ഈ ആറിലെ മാക്സിമൽ ഐഡിയലും പ്രൈം ഐഡിയലും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ എവറി മാക്സിമൽ ഐഡിയൽ ഇൻ ആർ ഇസ് പ്രൈം ഐഡിയൽ ഇൻ ആർ. എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്? ഏതൊരു മാക്സിമൽ ഐഡിയൽ എടുത്താലും പ്രൈം ഐഡിയലാണ്. എവിടെ മാത്രം കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി അതിൽ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ളത് ഇപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എടുത്തു 6. അതിലൊരു മാക്സിമൽ ഐഡിയൽ എം എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയൽ ഇൻ ആറാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആറ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എം ഇസ് മാക്സിമൽ ഇൻ ആറാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? R/M ഇസ് എ ഫീൽഡ് അല്ലേ? ആ റിസൾട്ട് പ്രകാരം യു നോ ദാറ്റ് എവറി ഫീൽഡ് ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമെയിൻ. സോ ദിസ് വിൽ ഇംപ്ലൈ R/M is an integral domain. So what will happen to this ideal? By using our last theorem, we can conclude that this M is a prime ideal. So every maximal ideal is a prime ideal. കിട്ടിയോ? കോൺവേഴ്സ് എന്തായിരിക്കും? ഈ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയിൽ പ്രൈം എല്ലാം മാക്സിമൽ ആണോ? പ്രൈം എല്ലാം മാക്സിമൽ ആണോ? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി പ്രൈം ഐഡിയൽ എല്ലാം മാക്സിമൽ ഐഡിയൽ ആയിരിക്കുമോ? ആവണം നിർബന്ധമില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഒരു എക്സാമ്പിൾ പറയുക. എങ്ങനെയുള്ള എക്സാമ്പിൾ പറയുക? പ്രൈമാണ്, പക്ഷെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആദ്യം കൺസിഡർ ചെയ്യണം. അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ സെഡ് ആയിരിക്കും. സെഡ് എന്ന് പറയുന്ന കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ് അല്ലേ? അതിലൊരു പ്രൈം ഐഡിയൽ എടുക്കുക, അത് മാക്സിമൽ അല്ലാത്ത രീതിയിലുള്ളത്. പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ കണ്ടെത്തണം കേട്ടോ. അതൊരു നിങ്ങൾക്കുള്ള ഒരു ഇതാണ്. ആ എക്സാമ്പിൾ കണ്ടെത്തുക.